നമസ്കാരം. കോർപ്പറേറ്റ് ലോകത്തെ വലിയ കളികളെപ്പറ്റി, അതായത് ഒരു കമ്പനി വേറൊരു കമ്പനിയെ വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്കൊരു ആകാംക്ഷയുണ്ടോ? എങ്കിൽ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കോർപ്പറേറ്റ് ഏറ്റെടുക്കലുകൾ എന്ന വലിയൊരു ചെസ്സ് കളിയുടെ നിയമങ്ങളും തന്ത്രങ്ങളുമൊക്കെയാണ്. അപ്പോ ഈ കളിയുടെ തുടക്കം തന്നെ ടേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു നിർണായക നീക്കത്തോടെയാണ്. പക്ഷെ ഒന്ന് ഓർക്കണം, എല്ലാ ടേക്ക് ഓവറുകളും ഒരുപോലെയല്ല കേട്ടോ. ചിലതൊക്കെ വളരെ സൗഹൃദപരമായിരിക്കും, പക്ഷെ മറ്റു ചിലത് ഒരു യുദ്ധം പോലെ തന്നെ ആവും. ശരി, അപ്പൊ നമുക്ക് ഈ കളിക്കളം ഒന്ന് ശരിക്കും സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ കളി തുടങ്ങുന്നത്, അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഒരു ടേക്ക് ഓവർ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത്, രണ്ട് കമ്പനികളും തമ്മിൽ സംസാരിച്ച് യോജിപ്പിലെത്തി ഒരുമിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്ന ഒരു ഫ്രണ്ട്ലി ഡീൽ, ഒരു തരം സൗഹൃദപരമായ കൈകൊടുക്കൽ. ഇനി രണ്ടാമത്തിടെ അങ്ങനെയല്ല. ലക്ഷ്യമിട്ട കമ്പനിയുടെ മാനേജ്മെന്റിന് താൽപ്പര്യമില്ലെങ്കിലും അവരുടെ എതിർപ്പുകളെയൊക്കെ മറികടന്ന് നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തുന്ന ഒരു പോരാട്ടം തന്നെയാണത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എന്തിനാണ് കമ്പനികൾ ഇങ്ങനെയൊരു വലിയ നീക്കം നടത്തുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഒന്നാമതായി, പെട്ടെന്ന് വളരാൻ, പിന്നെ പുതിയ പുതിയ മാർക്കറ്റുകളിലേക്ക് എത്താൻ, അതോടൊപ്പം തന്നെ പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ. ഇതിലൂടെയെല്ലാം ഓഹരി ഉടമകൾക്ക് കൂടുതൽ മൂല്യമുണ്ടാക്കിക്കൊടുക്കാനും കൂടുതൽ ശക്തരാകാനും. ഇനി ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ഈ കോർപ്പറേറ്റ് ചെസ് കളിക്ക് വളരെ സ്ട്രിക്റ്റായ ഒരു റൂൾ ബുക്കുണ്ട്. എന്തിനാണെന്നോ, ഈ കളി എപ്പോഴും ഫെയർ ആയിരിക്കണം, ആരുടെയും താൽപ്പര്യങ്ങൾ ഹനിക്കപ്പെടരുത്. അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയില് ഈ കളിയുടെ റെഫറി ആരാണെന്നറിയാമോ? അത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സെബിയാണ്. അവരുടെ ആ മാസ്റ്റർ റൂൾ ബുക്കാണ് 2011 ടേക്ക് ഓവർ റെഗുലേഷൻസ്. ഈ കളിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ, ഒരു വിട്ടുവീഴ്ചയുമില്ല. പിന്നെ ഈ നിയമങ്ങളൊന്നും എന്നും ഒരുപോലെയായിരുന്നില്ല. കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1994 ആദ്യത്തെ നിയമങ്ങൾ വന്നു, പിന്നീട് 1997 ഒരു വലിയ അപ്ഡേറ്റ്. അങ്ങനെ പല മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഇന്നത്തെ കൂടുതൽ സുതാര്യവും നിക്ഷേപകരെ സംരക്ഷിക്കുന്നതുമായ നിയമങ്ങൾ നിലവിൽ വന്നത്. അപ്പോ ഈ കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരാം. ആദ്യത്തെ ട്രിഗർ. ഒരു കമ്പനിയിലെ 25% ഷെയറുകൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ സ്വന്തമാക്കിയാൽ അവിടെ കളി മാറും. അതോടുകൂടി അവർ നിയമപരമായി ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാകും. ഇനി വേറൊരു കാര്യം, ഓൾറെഡി 25%മോ അതിൽ കൂടുതലോ ഷെയറുള്ള ആളുകളുടെ കാര്യമെടുക്കാം. അവർക്കായി ഒരു പ്രത്യേക നിയമം തന്നെയുണ്ട്. ക്രീപ്പിംഗ് അക്വിസിഷൻ എന്നാണിതിനു പറയുക. അതായത് അവർക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 5%ത്തിൽ കൂടുതൽ ഷെയറുകൾ വാങ്ങാൻ കഴിയില്ല. അങ്ങനെ വാങ്ങിയാൽ നേരത്തെ പറഞ്ഞ അതേ നിയമങ്ങൾ അവർക്കും ബാധകമാവും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇത്രയധികം കർശനമായ നിയമങ്ങളെന്ന്, അല്ലേ? ഇതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഒരു കമ്പനിയുടെ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിലേക്ക് പോകുമ്പോൾ അതിലെ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ചെറുകിട നിക്ഷേപകർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ന്യായമായ ഒരു വിലയ്ക്ക് തങ്ങളുടെ ഷെയറുകൾ വിറ്റ് പുറത്തു പോകാൻ ഒരു അവസരം കൊടുക്കുക. അതാണ് ഈ നിയമങ്ങളുടെ പ്രധാന ഉദ്ദേശം, നിക്ഷേപകരുടെ സംരക്ഷണം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 25%ന്റെയോ അല്ലെങ്കിൽ 5%ന്റെയോ ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഏറ്റെടുക്കുന്ന ആള് നിർബന്ധമായും ഒരു നീക്കം നടത്തണം. അതിനെയാണ് ഓപ്പൺ ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ മുതലാണ് കളി ശരിക്കങ്ങ് ചൂടുപിടിക്കുന്നത്. അപ്പോ എന്താണ് ഈ ഓപ്പൺ ഓഫർ? ലളിതമായി പറഞ്ഞാൽ, ഏറ്റെടുക്കുന്നയാൾ മറ്റെല്ലാ ഷെയർ ഹോൾഡേഴ്സിനോടും പരസ്യമായി ഇങ്ങനെ വിളിച്ചു പറയുന്നത് പോലെയാണ്, ഹലോ, ഞാൻ ഈ കമ്പനി ഏറ്റെടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിയമമനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഷെയറുകൾ കൂടി വാങ്ങാൻ ഞാനൊരു ഓഫർ വയ്ക്കുന്നു. ഇതാണ് സംഭവം. പിന്നെ ഇതൊരു ചെറിയ ഓഫറൊന്നുമല്ല കേട്ടോ. നിയമമനുസരിച്ച് ഏറ്റെടുക്കുന്നയാൾ കമ്പനിയുടെ മൊത്തം ഷെയറുകളുടെ കുറഞ്ഞത് 26% പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഓഫർ ചെയ്യണം. അതാണ് നിയമം. അത്രയും വലുതാണ് ഈ ഓഫർ. ഈ ഓപ്പൺ ഓഫർ പ്രോസസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സുതാര്യതയാണ്. എല്ലാം ഒരു കൃത്യമായ ടൈം ലൈൻ അനുസരിച്ചാണ് നടക്കുക. ആദ്യത്തെ പബ്ലിക് അനൗൺസ്മെന്റ് മുതൽ അവസാനം ഷെയർ ഹോൾഡേഴ്സിന് പണം കിട്ടുന്നതുവരെ ഓരോ സ്റ്റെപ്പും പബ്ലിക്കായിരിക്കും. അതുകൊണ്ട് ആർക്കും ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ശരി, അപ്പൊ നമുക്ക് വീണ്ടും കളിയുടെ സ്വഭാവത്തിലേക്ക് തന്നെ വരാം. അതായത് ഫ്രണ്ട്ലി പിന്നെ ഹോസ്റ്റൈൽ. എങ്ങനെയാണ് ചില ഏറ്റെടുക്കലുകൾ ഒരു സഹകരണമായി മുന്നോട്ടു പോകുന്നതെന്നും മറ്റു ചിലത് ഒരു കടുത്ത പോരാട്ടമായി മാറുന്നതെന്നും നമുക്കൊന്ന് നോക്കാം.
ഈ ഹോസ്റ്റൈൽ ടേക്ക് ഓവറുകൾ ഇന്ത്യയിൽ പുതിയൊരു സംഭവമൊന്നുമല്ല. പണ്ട് ലോർഡ് സ്വരാജ് പോൾ, DCM, എസ്കോട്ട്സ് പോലുള്ള കമ്പനികളെ ഏറ്റെടുക്കാൻ ശ്രമിച്ചത് വലിയ വാർത്തയായിരുന്നു. അന്നത്തെ ആ സംഭവങ്ങളൊക്കെയാണ് സത്യത്തിൽ ഇന്നത്തെ ഈ ശക്തമായ നിയമങ്ങളൊക്കെ വരാൻ ഒരു കാരണമായത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഏറ്റെടുക്കാൻ വരുന്നവരെയും നോക്കി ടാർഗറ്റ് കമ്പനി വെറുതെ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. അവർക്ക് തിരിച്ചടിക്കാനായി ചില കിടിലൻ ഡിഫൻസ് സ്ട്രാറ്റജികളുണ്ട്. ശരിക്കും ഒരു ചെസ് കളി പോലെ തന്നെ ഇവിടെയും പ്രതിരോധ നീക്കങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. അതായത് ടാർഗറ്റ് കമ്പനിക്ക് സ്വയം രക്ഷിക്കാൻ പല വഴികളുമുണ്ട്. ഉദാഹരണത്തിന് അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള അസറ്റ്, അതായത് ക്രൗൺ ജ്വൽ അങ്ങ് വിറ്റുകളയും. അതോടെ പിന്നെ വാങ്ങാൻ വരുന്നവർക്ക് വലിയ താൽപ്പര്യം കാണില്ല. അല്ലെങ്കിൽ അതിലും രസകരമായ ഒരു വഴിയുണ്ട്, പാക്മാൻ ഡിഫൻസ്. അതായത് നമ്മളെ വാങ്ങാൻ വരുന്നവരെ അങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുക. കളി മൊത്തം മാറുമല്ലേ? പക്ഷേ ഇവിടെയും നമ്മുടെ റെഫറി, അതായത് സെബി, ഇടപെടും. ഒരു ഓപ്പൺ ഓഫർ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റ് കമ്പനിയുടെ മാനേജ്മെന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരം ഡിഫൻസ് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഷെയർഹോൾഡർമാരുടെ അനുമതി വേണം. കാരണം വളരെ വ്യക്തമാണ്, അവസാനം തീരുമാനമെടുക്കേണ്ടത് കമ്പനിയുടെ യഥാർത്ഥ ഉടമകളായ ഷെയർഹോൾഡർമാരാണ്, മാനേജ്മെന്റ് അല്ല. അപ്പോ ഈ കോർപ്പറേറ്റ് ലോകത്തെ വലിയൊരു ചെസ് കളിയുടെ നിയമങ്ങളും തന്ത്രങ്ങളുമൊക്കെ നമ്മളിന്ന് ഏകദേശം മനസ്സിലാക്കി. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് കളി നീതിയുക്തമാക്കാനാണ്, സംശയമില്ല. പക്ഷേ ഈ കോർപ്പറേറ്റ് ഭീമന്മാർ അവരുടെ ഈ കളി തുടരുമ്പോൾ ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഈ കളിക്കളത്തിൽ ഇല്ലാത്ത സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഏറ്റെടുക്കലുകൾ ശരിക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നുണ്ടോ? അതോ കുറച്ചുപേർക്ക് മാത്രമാണോ ഇതിന്റെ പ്രയോജനം? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.